Hello dears, welcome to ACS online class. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 8 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 8 എന്തൊക്കെ പഠിച്ചു? 21 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് എല്ലാം പഠിച്ചു അല്ലേ? ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു. ഇനി നമുക്ക് ബാക്കി പഠിക്കാമേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 105 എടുത്ത് ഓക്കെ റൈറ്റ് ദ നമ്പർ. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കുറച്ച് ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ എത്ര മാച്ച് സ്റ്റിക്സ് അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പ് അല്ലെ അതെല്ലാം ഉള്ളത് നമ്മൾ എണ്ണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫിഗർ കണ്ടോ? എത്ര എണ്ണം ഉണ്ട്? 10ന്റെ 2 കെട്ടുണ്ട് അല്ലെ. അപ്പൊ 10 + 10 എന്തായി? 20 ആയി. ഇനി എത്ര എണ്ണം ഒറ്റയായിട്ട് എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 അല്ലെ. അപ്പൊ 20 ഉണ്ട് 5 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര തീപ്പെട്ടി കമ്പുകൾ ഉണ്ടായിരുന്നു? 20 + 5 എന്താണ്? 25 അല്ലെ. 25 എണ്ണം ഉണ്ടായിരുന്നു. നമുക്കറിയാം 25 എന്ന് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. 2 ഡിജിറ്റ് നമ്പർ ആണ്. ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ആ നമ്പർ വൺസ് ആണ്. പ്ലേസ് വാല്യൂ എന്താണ്? വൺസ് ആണ്. പിന്നെ മറ്റേതോ ടെൻസ് ആണ് അല്ലെ. അപ്പോൾ വൺസിന്റെ സ്ഥാനത്ത് 5ഉം ടെൻസിന്റെ സ്ഥാനത്ത് 2ഉം വന്നു അല്ലെ. അടുത്ത ഫിഗർ നോക്കിക്കേ. അവിടെ 3 കെട്ടുണ്ട് അല്ലെ. 10ന്റെ 3 കെട്ടുണ്ട്. അപ്പൊ 10 + 10 + 10 എന്താണ്? 30. ഇനി എത്ര എണ്ണം ഒറ്റയായിട്ട് എത്ര എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്? 3 എണ്ണം അല്ലെ. 3 എണ്ണം ഉണ്ട്. അപ്പൊ 30 + 3 എന്താണ്? 33. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണേ എന്താണ്? 10ന്റെ 2 കെട്ടുണ്ട് അല്ലെ. മൂന്നാമത്തെ ബോക്സ് നോക്കിക്കേ. 10ന്റെ 2 കെട്ടുണ്ട്. എത്ര ഒറ്റ വൺസ് ഓരോന്നായിട്ട് എത്ര എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്? 3 എണ്ണം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ 20 ഉണ്ട് പിന്നെ 3 ഉണ്ട്. അപ്പൊ 23 എന്ന നമ്പർ കിട്ടും അല്ലെ. 23യില് 3 വൺസിന്റെ സ്ഥാനത്തും ടെൻസിന്റെ സ്ഥാനത്ത് 2 ആയിരിക്കും അല്ലെ. 23 എങ്ങനെ എഴുതുന്നത്? 2 3 2 3 ഒരുമിച്ച് എഴുതുന്നതാണ് 23 എന്ന് നമ്മൾ കൂട്ടി വായിക്കും അല്ലെ. ഇനി അടുത്തത് പടം നോക്കിക്കേ. അടുത്ത് നോക്കിക്കേ. താഴത്തോട് നോക്കാം. നോക്കി താഴത്തെ ഫിഗർ നോക്കിയേ. 2 കെട്ട് 10ന്റെ 2 കെട്ടുണ്ട്. പിന്നെ എത്ര ഒറ്റ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 അല്ലെ. താഴത്തോടുള്ള മിസ് പറയുന്നത്. അപ്പൊ 10ന്റെ 2 കെട്ടായപ്പോ 20 ആയല്ലേ. പിന്നെ 6 എണ്ണം അല്ലാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? 26 അല്ലെ. ടെൻസിന്റെ താഴെ 2ഉം വൺസിന്റെ താഴെ 6ഉം ആയിട്ട് എഴുതി 26 എന്ന് എഴുതാം. സൈഡില് ആ റൗണ്ടില് 26 എന്ന് ഒരുമിച്ച് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ 26 ആയി. ഇനി താഴത്ത് നോക്കിക്കേ. എത്ര 10ന്റെ കെട്ടുണ്ട്? 1 2 3 4 4 10ന്റെ കെട്ടുണ്ട്. വൺസിന് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? 4 10ന്റെ കെട്ടായപ്പോൾ 40 ആണ്. 10 + 10 + 10 + 10 അല്ലെ. അപ്പൊ എന്ത് കിട്ടി? 40 കിട്ടി. 40 40. ഓക്കെ, അപ്പോൾ 40 40 നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പർ ആണ്. റൈറ്റ് സൈഡില് അങ്ങായിട്ട് കിടക്കുന്നത് വൺസ്. പ്ലേസ് വാല്യൂ എന്താണ്? വൺസ് ആണ്. ടെൻസിന്റെ അവിടെ 4 എഴുതും അല്ലെ. 40 ആ സൈഡിലത്തെ ആ ഒരു റൗണ്ടില് 40 40 എന്ന് എഴുതൂലേ എല്ലാവരും. ടെൻസിന്റെ വൺസിന്റെ അവിടെ എന്തൊക്കെ എഴുതുന്നത്? വൺസിന്റെ അടിയിൽ 0യും ടെൻസിന്റെ അടിയിൽ 4 എഴുതാം. ഇനി അടുത്ത ദിവസം നോക്കി. 3 ടെൻസ് ഉണ്ട് അല്ലെ. 10ന്റെ 3 കെട്ടുകളുണ്ട്. പിന്നെ ഒറ്റ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 അല്ലെ. 9 എണ്ണം. 9 മാച്ച് 6 എന്താണ്? അവിടെ ലൂസ് ആക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായി? 3 10ന്റെ കെട്ടും 9 എന്താണ്? ഒറ്റയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എത്ര കിട്ടി? 30 + 9. 30 + 9 എന്താണ്? 39 ആണ് അല്ലെ. 39 എങ്ങനെ എഴുതും? 3 9 ആണ് 39 അല്ലെ. ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 9 എന്താണ്? വൺസിന്റെ സ്ഥാനത്ത് 9ഉം ടെൻസിന്റെ സ്ഥാനത്ത് എന്താണ്? 3ഉം ആണ്. ആ സൈഡിലത്തെ ആ റൗണ്ടില് 39 എന്ന് ഒരുമിച്ച് എഴുതുകയും വേണം. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കി. രണ്ടാമത്തെ ബോക്സ് നോക്കി. മോള് 33 എന്നുണ്ട്. അത് കഴിഞ്ഞുള്ള 42 നോക്കി. എത്ര 10ന്റെ കെട്ടുണ്ട്? 1 2 3 4 4 10ന്റെ കെട്ടുണ്ട്. എത്ര ലൂസ് എണ്ണം? എത്ര മാച്ച് 6 ഉണ്ട്? 2 ലൂസ് എണ്ണം ഉണ്ട്. അപ്പൊ 40ഉം 2ഉം 42 അല്ലെ. 4ഉം 2 എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. കൂട്ടി 4 2 എന്ന് അടുപ്പിച്ച് ഒരുമിച്ച് ആ റൗണ്ടിൽ എഴുതി വെക്കുക. 42.
ഓക്കെ. ഇനി അടുത്ത താഴെ നോക്കി, 10ന്റെ എത്ര കെട്ടുണ്ട്? 1 2 3 4 4 കെട്ടും. ലൂസായിട്ട് എത്ര എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 അല്ലെ? 6. അപ്പൊ എന്താണ്? 4 ഉണ്ട്, 40, പിന്നെ 6 ഉണ്ട്. 40 + 6 എന്താണ്? 46 ആണ്. 46 എങ്ങനെ എഴുതും? 4ഉം 6ഉം അല്ലെ? 1ന്റെ അടിയിൽ 6ഉം 10ന്റെ അടിയിൽ 4ഉം അല്ലെ? ഒരുമിച്ച് റൗണ്ടിൽ 46 എന്ന് എഴുതണം. ഓക്കെ. ഇനി സെക്കൻഡ് ലാസ്റ്റ് നോക്കി, 3 10ന്റെ കെട്ടുണ്ട്. പിന്നെ എത്ര ലൂസാക്കി വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 7 എണ്ണം ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? 3 13 7 37. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ? 37. 3ഉം 7ഉം. 37 എങ്ങനെ എഴുതും? 3ഉം 7ഉം 37. ഓക്കെ. 1ന്റെ അവിടെ 7ഉം 10ന്റെ അവിടെ 3ഉം അല്ലെ? ഒരുമിച്ച് 37 എന്ന റൗണ്ടിൽ എഴുതുക. ഇനി ഈ പേജിലെ ഏറ്റവും ലാസ്റ്റ് 1 2 3 4 10ന്റെ എത്ര കെട്ടുണ്ട്? 4 കെട്ടുണ്ട്. അപ്പോൾ എത്രയായി? 10 + 10 + 10 + 10 എന്തായി? 40 ആയി. ഇനി എത്ര എണ്ണം ലൂസാക്കി സ്റ്റിക്സുകൾ വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 6 എണ്ണം ലൂസാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 40 ആയി, 6 എണ്ണം ലൂസാക്കി. 40 + 6 എന്താണ്? 46 ആണ്. ഓക്കെ. 46ൽ നമുക്ക് എന്താണ്? എങ്ങനെ എഴുതും? 46നകത്ത് എഴുതിയ പോലെ 4ഉം 6ഉം. 1ന്റെ സ്ഥാനത്ത് 6ഉം 10ന്റെ സ്ഥാനത്ത് 4ഉം ആണ്. 46 എന്ന് ഒരുമിച്ച് റൗണ്ടിൽ എഴുതുക. ഓക്കെ. അപ്പൊ പടം തന്നാൽ എത്രയൊക്കെയാണ് കൗണ്ട് ചെയ്ത് എഴുതാൻ എല്ലാവരും പഠിച്ചോ? 21 to 50 വരെയുള്ള നമ്പേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ? 21 to 50 വരെയുള്ള നമ്പേഴ്സ് എല്ലാവരും പഠിച്ചിട്ടില്ലേ? അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അത് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് നമ്മൾ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ്. ചിലപ്പോൾ വരച്ചു കൊടുക്കേണ്ടി വരും, സ്റ്റിക്സുകൾ വരച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൗണ്ട് എഴുതിയാൽ മതിയായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ചോദ്യം വായിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 10ന്റെ 2 കെട്ടുണ്ട്, ഒറ്റ മാൻ സ്റ്റിക്സും ഉണ്ട്. അപ്പൊ 20ഉം 1ഉം 21. കറക്റ്റ് അല്ലേ? ഇനി താഴത്തോട് നോക്കിക്കേ, 10ന്റെ 2 കെട്ട്. അപ്പൊ 2 10s അല്ലെ? 20 ആയി. ഇനിയോ 2 എണ്ണം വെച്ചിരിക്കും. അപ്പൊ 20 + 2 എന്താണ്? 22. ഇനി അടുത്ത് നോക്കിക്കേ, 10ന്റെ 2 കെട്ടും. 1ന്റെ സ്ഥാനത്ത് 3 1s നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടം വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പടം വരച്ചു കൊടുത്താൽ 3 1s ആകുമ്പോൾ ഒറ്റയുള്ള 3 തീപ്പെട്ടി കമ്പുകൾ അവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ഉത്തരം എന്ത് എഴുതി? 23 എന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? 20ഉം 3ഉം 23 തന്നെയാണ് അല്ലെ? അപ്പൊ 3 മാത്സ് 6ന്റെ പടം മാത്രം ഇതുപോലെ വരച്ചാൽ മതി. പടം മാത്രം അവിടെ വരച്ചു കൊടുത്താൽ മതി. ഈ നാലാമത്തെ ചോദ്യം നോക്കി, 2 10s 4 1s. 2 10s ആയപ്പോൾ 20 ആയി അല്ലെ? 10ന്റെ 2 കെട്ടുകളാണ്. അപ്പൊ 20 ആയല്ലേ? 4 1s ഉണ്ട്. 4 എണ്ണം അല്ലാതെയും വെച്ചിരിക്കുക. കെട്ടാക്കിയല്ല. 10 എണ്ണം ആയാലും ഒരു കെട്ടാക്കത്തുള്ളൂ അല്ലെ? അല്ലാതെ ലൂസ് ആക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ 20 + 4 എന്താണ്? 24. അപ്പൊ അവിടെ ആ റൗണ്ടിൽ എഴുതിക്കുക എല്ലാവരും. 24. 24 കഴിഞ്ഞാൽ എന്താണ്? 25 ആണ്. അപ്പൊ അടുത്ത ചോദ്യം 25ന്റേതായിരിക്കും അല്ലെ? അപ്പൊ 20 ഉണ്ട്, 2 10s ഉണ്ട്, 5 1s ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? 25 എന്ന് എഴുതണം. 25 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 26 ആണ്. അപ്പൊ 26 നമ്മൾ എന്താണ്? 2 10sന്റെ കെട്ടുണ്ട്, 2 10ന്റെ കെട്ടുണ്ട്. അപ്പൊ 20 ആയി. ഇനി 6 1s വരച്ചു കൊടുക്കണം. 1 2 3 4 5 6. അങ്ങനെ 6 1s വരച്ചു കൊടുത്തേ. അപ്പൊ 26 ആയില്ലേ? ഇനി സൈഡത്തെ റൗണ്ടിൽ എല്ലാവരും 26 എന്ന് എഴുതിക്കേ. അവിടെ നമ്മൾ എന്തൊക്കെ ഫില്ലപ്പ് ചെയ്യണം? 6 മാത്സ് 6കളുടെ പടവും വരക്കണം. 26 എന്ന നമ്പർ ആ റൗണ്ടിൽ എഴുതണം. 26 കഴിഞ്ഞാൽ എന്താണ്? ഉച്ചത്തിൽ പറഞ്ഞ എല്ലാവരും 27 ആണ്. 27 എന്ത് ചെയ്യണം? 10ന്റെ 2 കെട്ടുണ്ട്. ഇനി 7 എണ്ണം അല്ലെ? 1 2 3 4 5 6 7 7 മാത്സ് 6കൾ വരച്ചു കൊടുക്കുക. 27 നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 7 നമ്പർ മാത്സ് 6കൾ വരച്ചു കൊടുത്താൽ മതി. 27 കഴിഞ്ഞാൽ 28 ആണ്. 28 എന്ത് ചെയ്യണം? 2 10s ഉണ്ട്, 8 അല്ലെ? 8 എണ്ണം, 8 മാത്സ് 6കളുടെ പടം അവിടെ വരച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 8 മാത്സ് 6കൾ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത 28 കഴിഞ്ഞാലോ 29 ആണ്. അപ്പോൾ 2 10s ഉണ്ട്, 9 1s ഉണ്ട് അല്ലെ? 9 1s ഉണ്ട്, 29 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല.
ഇനി 29 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? പെട്ടെന്ന് ഓർത്ത് പറഞ്ഞേ. 29 കഴിഞ്ഞാൽ 30 ആണ് അല്ലേ? 30ക്ക് എന്തൊക്കെ വരും? 30ക്ക് എന്തൊക്കെ വരും? 10ന് 2 കെട്ടുണ്ട്, പിന്നെ ഒരു 10ന്റെ കെട്ടുണ്ട് അല്ലേ? 3 10ന്റെ കെട്ടുകളാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 3 10ന്റെ കെട്ടുകളാകുമ്പോൾ 30 30 ആയി അല്ലേ? ലൂസ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല, എല്ലാം 10ന്റെ കെട്ടുകളാക്കി തന്നെ 3 വെച്ചിരിക്കുക. അപ്പൊ 30 ആയില്ലേ? ഇനി എന്താണ്? 30 കഴിഞ്ഞാൽ 31 ആണ്. 31 എങ്ങനെയാണ്? 3 10ന്റെ കെട്ടും ഒറ്റ മാച്ച് സ്റ്റിക്കും അല്ലേ? അപ്പൊ 31 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? 32 ആണ്. 32ന് എത്ര 10ന്റെ കെട്ടുകൾ ഉണ്ടാവും? അതെല്ലാരും വരച്ചു കൊടുക്കണം. ആ 10ന്റെ കെട്ടുകൾ വരച്ചിട്ടില്ല. അപ്പൊ 10ന്റെ 1 2 3 4 5 6 7 8 9 10 ഇതൊരു കെട്ടായി. 1 2 3 4 5 6 7 8 9 10 ഇത് രണ്ടാമത്തെ കെട്ടായി. ഇനിയോ 1 2 3 4 5 6 7 8 9 10 മൂന്നാമത്തെ കെട്ടായി. അപ്പൊ 3 ടൈംസ് ആയില്ലേ? 2 1ന്റെ പടം അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 10ന്റെ കെട്ടുകൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ്? 3 ടൈംസും 2 1സും കൂടെ ചേർത്താൽ 32 എന്ന നമ്പർ ആ സൈഡിൽ റൗണ്ടിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? 3 ടൈംസും 3 1സും ഉണ്ടായിരിക്കേണ്ടതാണ്. 3 1ന്റെ പടം വരച്ചിട്ടില്ല, അപ്പൊ 3 1ന്റെ പടം വരയ്ക്കുക. എന്നിട്ട് എന്താണ്? 3 ടൈംസും 3 1സും ആയപ്പോൾ എന്തായി? 33 എന്ന് എഴുതി കൊടുക്കുക അല്ലെ? 3 10ന്റെ കെട്ടുകൊണ്ട് അവിടെ ഓൾറെഡി ആ പടത്തിലുണ്ട്, പിന്നെ 3 നമ്മളെല്ലാം ലൂസായിട്ട് വരച്ചു കൊടുത്തു. അവിടെ താഴത്ത് ഉണ്ടായിരുന്നു 3 1s ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ പടം അവിടെ വരച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വരച്ചു കൊടുക്കുക. 3 പടം മനസ്സിന്റെ പടം വരകൾ വരച്ചു കൊടുക്കുക. സൈഡിലത്തെ റൗണ്ടിൽ 33 എന്ന് എഴുതുക. 33 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും 34 ആണ്. 34 എങ്ങനെയാണ്? 3ന്റെ 10 കെട്ടും 4 അല്ലാതെയും വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ 34 എന്ന സൈഡിൽ ആ ബോക്സിൽ എഴുതിയോ? ആ റൗണ്ടിൽ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത 35 ആണ്. 35ന് എത്ര 10ന്റെ കെട്ടുണ്ടാവും? 3 10ന്റെ കെട്ടിന്റെ പടം വരച്ചു കൊടുക്കും. 3 10ന്റെ കെട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ 3 പടം വരച്ചു കൊടുക്കുക. 5 1ന്റെ പടം അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ 35 ആയി. 35 എങ്ങനെ എഴുതുന്നത്? 3 5 35 അവിടെ എഴുതിക്കുക എല്ലാവരും. 35. ഇനി അടുത്തതോ 36 ആണ് അല്ലെ? 36ന് 3 10ന്റെ കെട്ടുണ്ടാവും. 6 1 2 3 4 5 6 6 അല്ലാതെ നമ്മൾ വരച്ചും കൊടുക്കണം അല്ലെ? 6 വരച്ചും കൊടുത്ത് സൈഡിൽ 36 എന്ന് എഴുതി കൊടുക്കണം. സൈഡിൽ 36 നമ്മുടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ 6 മാജിസ്റ്റിക്സുകൾ മാത്രം വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനിയോ 37 ആണ്. 36 കഴിഞ്ഞാൽ 37 ആണ്. 3 10ന്റെ കെട്ടിന്റെ പടം അവിടെ ഉണ്ട്. 7 അല്ലാതെ ലൂസാക്കി വെച്ചേക്കുന്നതിന്റെ പടവും അവിടെ ഉണ്ട്. അപ്പൊ 37 എന്ന് അവിടെ എഴുതി കൊടുത്താൽ മതി അടുത്ത ക്വസ്റ്റ്യനിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 38ന്റേതാണ്. 38 ആകുമ്പോൾ 3 10ന്റെ കെട്ടും 8 ലൂസാക്കി വരച്ചിട്ടുണ്ടാണ് അല്ലെ? 1 2 3 4 5 6 7 8 8 അവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ 38 ആയി. ഇനിയോ 39 ആണ്. 39 ആകുമ്പോൾ 3 10ന്റെ കെട്ടും 9 ലൂസാക്കി മാജിസ്റ്റിക്സുകൾ വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 1 2 3 4 5 6 7 8 9 9 വരകൾ വരച്ചു കൊടുത്തേ അവിടെ. അപ്പൊ 39 ആയി. ഇനി അടുത്തത് എന്താണ്? 40 ആണ്. 39 കഴിഞ്ഞാൽ 40 ആണ്. 40ക്ക് എന്താണ്? 10ന്റെ 3 കെട്ടും 10ന്റെ മറ്റൊരു കെട്ടും ഉണ്ട് അല്ലെ? 10 ആയ നമ്മൾ ഒരുമിച്ചൊരു കെട്ടാക്കി വെക്കും. 9 വരെ 39ല് 3 10ന്റെ കെട്ടും 9 ലൂസാക്കി വെച്ചിരിക്കുക. 40 ആണെങ്കിലോ 10ന്റെ 4 കെട്ടുകളാണ് അല്ലെ? അപ്പൊ 40 ആയി. ഓക്കെ, ഇനി എങ്ങനെയാണ്? അടുത്ത പേജ് നമ്പർ നോക്കി. പേജ് നമ്പർ 107. 4 ഉണ്ട്. 10ന്റെ 4 കെട്ടുകളാണ്. 10ന്റെ 4 കെട്ടും പിന്നെ ഒന്നും കൂടെ വന്നാൽ എത്രയാണ്? 41 ആണ് അല്ലെ? 41 അല്ലേ? 41 എന്നോടെ എഴുതിക്കുക എല്ലാവരും. എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതോ 10ന്റെ 4 കെട്ടായപ്പോൾ 40 ആയി. പിന്നെ 2 വരച്ചു കൊടുക്കണം അല്ലെ? 2 മാജിസ്റ്റിക്സുകളോടെ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്തായി? 42 ആയി. ഓക്കെ, 10ന്റെ 4 കെട്ടുണ്ട്, പിന്നെ 2 മാജിസ്റ്റിക്സിന്റെ പടം വരച്ചു കൊടുത്ത് 42 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്? 42 കഴിഞ്ഞാൽ 43 ആണ്. 43ക്ക് എന്തൊക്കെ വേണം? 10ന്റെ 4 കെട്ടുകൊണ്ട് 3 അല്ലാതെയും വെച്ചിട്ടുണ്ട്. 43 ആയി. ഇനി 44 എങ്ങനെയായിരിക്കും? 10ന്റെ 4 കെട്ട് വേണം അല്ലെ? 1 2 ആണോ? ഇങ്ങനെ 10ന്റെ 4 കെട്ട് 1 2 3 4 10ന്റെ 4 കെട്ടിന്റെ പടം വരച്ചു കൊടുക്കുക. 4 പിന്നെ അല്ലാതെ 4 ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 44 ആയില്ലേ? 44 നമ്പർ എങ്ങനെ എഴുതുന്നത്? 4 4.
ഓക്കെ. ഇപ്പൊ 44 ഒന്ന് അവിടെ എഴുതുക. 44 കഴിഞ്ഞാലോ 45 ആണ്. 45 എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ട്? 10ന് 4 കെട്ടുണ്ട്. പിന്നെയോ 5 എണ്ണം വരച്ചു കൊടുക്കണം അല്ലെ. 1 2 3 4 5 5 മാസ്റ്റിക്സിന്റെ പടം വരച്ചു കൊടുക്കുക. 45 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിനോ 46 ആണ്. 46 എന്തെല്ലാം വേണം? 10ന്റെ 4 കെട്ടും വേണം. 6 എണ്ണം അല്ലാതെ ലൂസ് ആക്കി വെച്ചതും വേണം. 10ന്റെ 4 കെട്ടിന്റെ ഫോട്ടോ അവിടെ ഉണ്ട്. 6 എണ്ണം അല്ലാതെ വരച്ചു കൊടുക്കുക. 1 2 3 4 5 6 ഓക്കെ. വരച്ചു കൊടുക്കുക. എന്നിട്ടോ 46 എന്ന് എഴുതുക. ഓക്കെ. 46 എന്ന് എഴുതുക. ഇനി 47 അടുത്ത നമ്പർ 47 ആണ്. 47 എന്തെല്ലാം കാര്യങ്ങളുണ്ട്? 10ന് 4 കെട്ടുണ്ട്. 7 എണ്ണം അല്ലാതെ ലൂസാക്കി വരച്ചിട്ടുണ്ട്. 47 നമ്പർ എഴുതിയിട്ടുണ്ട്. 47 കാര്യങ്ങളിലെല്ലാം നമ്മളൊന്നും ചെയ്യേണ്ട വന്നില്ല. എല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. 47 കഴിഞ്ഞാൽ എന്താണ് അടുത്ത നമ്പർ? 48 ആണ്. 48 ഇങ്ങനെ എഴുതും. 10ന് 4 കെട്ടും. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം അല്ലാതെ വരക്കണം അല്ലെ. 1 2 3 4 5 6 7 8 8 എണ്ണം അല്ലാതെ വരച്ചു കൊടുത്തു. 48 എന്ന നമ്പർ അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്തത് 49 ആണ്. 49 എന്തെല്ലാം വേണം? 10ന് 4 കെട്ടും അല്ലാതെ 9 എണ്ണവും വെച്ചിരിക്കണം അല്ലെ. 10ന് 4 കെട്ടിന്റെ പടം വരച്ചു കൊടുക്കും എല്ലാവരും. 1 2 3 4 4 കെട്ടാണല്ലേ 10ന്. ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. അങ്ങനെ 4 പടം വരച്ചു കൊടുക്കുക. 9 എണ്ണം അവിടെ ഓൾറെഡി ഉണ്ട്. 49 ആയി. ഇനിയോ 49 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 50 ആണ്. 50ക്ക് എത്ര എണ്ണം ഉണ്ടാവും? 10ന്റെ 4 കെട്ടും. പിന്നെ 10ന്റെ 1 കെട്ടും കൂടെ അല്ലെ. ടോട്ടൽ 10ന്റെ 5 കെട്ട് അല്ലെ. 50 എങ്ങനെ എഴുതുന്നത്? 50 ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഓരോ നമ്പേഴ്സിന്റെ കൗണ്ട് ഈ പിക്ചറിൽ നിന്ന് എന്താണ് ഫില്ലപ്പ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത പേജ് നമ്പർ 108. ഈ പേജ് നമ്പർ 108 എല്ലാവരും എന്താണ് 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് എഴുതി പോയിരിക്കുക. അപ്പൊ എല്ലാവരും പെൻസിൽ എടുത്തേ. അതൊരു ബുക്ക് ഒന്നും നോക്കാതെ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 10 വരെ അവിടെ ഉണ്ട് അല്ലെ. പിന്നെ ഇടക്കത്തെ കുറച്ച് നമ്പേഴ്സും ഉണ്ട്. താഴത്തെ ബോക്സ് 11 ആണ്. 11 കഴിഞ്ഞാൽ 12 എഴുതുക. 12 കഴിഞ്ഞാൽ 13 ആണ്. 13 അവിടെ ഉണ്ട്. പിന്നെയോ 40 15 16 അവിടെ ഉണ്ട്. 17 18 19 20 20 വരെ എഴുതിയില്ലേ. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിച്ച നമ്പേഴ്സ് ഒക്കെ എഴുതാൻ പോവാണേ. 20 കഴിഞ്ഞാൽ എന്താണ്? 21 അല്ലെ. താഴത്തെ ബോക്സ് 21 എഴുതുക. 22 അവിടെ ഉണ്ട്. പിന്നെയോ 23 24 25 26 27 ഉണ്ട്. 28 29 30 30 വരെ എഴുതിയില്ലേ. ഇനി അടുത്ത 30 കഴിഞ്ഞാലോ 31 ആണ്. താഴത്തെ എഴുതുക. 32 33 34 35 36 37 38 ഉണ്ട്. 39 40 40 കഴിഞ്ഞാലോ 41 42 43 44 45 46 47 48 49 50 ഓക്കെ. 50 വരെ എഴുതിയില്ല എല്ലാവരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഹോംവർക്ക്സ് എല്ലാം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് അയച്ചേക്കണം. എല്ലാവരും 21 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് കൃത്യമായ ഓർഡർ അനുസരിച്ച് എഴുതാൻ പഠിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ വേർഡ്സ് അല്ലെ സ്പെല്ലിങ്ങും എല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഹോംവർക്ക് ചെയ്ത് മിസ്സിന് അയച്ചു തന്നാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.